ഹായ് ഫ്രാൻസ്, വടക്കൻ വീരഗാഥ റിലീസിന് ഫെബ്രുവരി 7 പടം റിലീസിനൊരുങ്ങാണ്. 1989 വടക്കൻ പാട്ടുകൾ ആസ്പദമാക്കി MT വാസുദേവൻ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത മൂവി. ഏകദേശം ഒരു എട്ടോളം പിന്നെ സംസ്ഥാന അവാർഡുകളും 4 നാഷണൽ അവാർഡുകളും കിട്ടിയ പടം. മമ്മൂക്കയുടെ കരിയറിലെ മമ്മൂട്ടി യുഗം ആരംഭിച്ച വർഷം. അതിഗംഭീര പടം. TV കണ്ടതിൽ കണക്കില്ല, ടെലിവിഷനിൽ കണ്ടതിൽ കണക്കില്ല. ഈ പടം ബിഗ് സ്ക്രീനിൽ കാണുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. റിലീസുകളുടെ കാലഘട്ടമാണ്. അപ്പോൾ ഇതേ വടക്കൻ വീരകഥ കാണുകയാണ്. ഈ FDFS നമ്മൾ വന്ന എല്ലാ പടങ്ങളും മമ്മൂക്കയുടെ FDFS കണ്ടാണ്. ദളപതി വരെ. ലാസ്റ്റ് പടം മിസ്സായി ആവനാഴി. വെച്ചാൽ അവിടെ തിയേറ്റർ ഉണ്ടായിരുന്നില്ല. പല മമ്മൂട്ടി ഫാൻസുകാരും കണ്ടിട്ടില്ല, പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ട്. ദളപതിയെ കണ്ട് നമ്മൾ തരിച്ചിരുന്ന്. അപ്പോൾ ഏറ്റവും കൂടുതൽ ബിഗ് സ്ക്രീനിൽ കാണാൻ ആഗ്രഹിച്ചൊരു പടമാണ് വടക്കൻ വീരഗാഥ. അത് തിയേറ്റർ റിലീസാണ്. ടിക്കറ്റ് ബുക്ക് മൈ ഷോയില് വന്നു തുടങ്ങിയിട്ടില്ല. വന്നാൽ തന്നെ ആദ്യം തന്നെ ഏത് തിയേറ്ററിൽ നല്ല തിയേറ്ററിൽ നോക്കിയിട്ട് ബുക്ക് ചെയ്യും. 4K കാണാൻ നിൽക്കുകയാണ്. അപ്പം അതിന് ട്രെയിലർ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് കാണാം. ഓക്കെ, വടക്കൻ വീരഗാഥ. സെറ്റപ്പ് ചന്ദ്രശേഖർ വിനീതൊക്കെ പറ്റിയ ബോംബെ BBC മാധവി ന്യാർച്ച MT വാസുദേവൻ നായർ, ഹരിഹരൻ, ക്യാപ്റ്റൻ ചാച്ചു. 4 നാഷണൽ അവാർഡ്, 8 ദേശീയ, കേരള സ്റ്റേറ്റ് അവാർഡ്. ആരോമൽ ചേകവാർ, ദേവൻ, ബാലൻസിൽ നായർ. എന്താ മോനെ, ബീജിയം ഗംഗാധര TV ഗംഗാധര പ്രൊഡ്യൂസർ ആൻഡ് കൽപ്പക ഫിലിംസ്. റിലീസസ് 2 ഫിലിംസ്. വടക്കൻ വീരഗാഥ. വെയിറ്റിംഗ്. ഓരോ ദിവസം എനിക്ക് കാത്തിരിക്കാൻ പറ്റിയ സാധനം എന്നാടാ. അപ്പോൾ തിയേറ്ററിൽ പടം കണ്ടിട്ട് പറയാം. വടക്കൻ വീരഗാഥയെ കുറിച്ച് പറയാൻ നമ്മളാളല്ല. കാരണം ഇന്ത്യൻ ഫിലിമിലെ ചരിത്രമാണ്, ഹിസ്റ്ററിയാണ്. അതിൽ ഓരോ ക്യാരക്ടേഴ്സ്, എസ്പെഷ്യലി ചന്തു, പിന്നെ എല്ലാവരും തകർത്തി ചെയ്തുള്ള പടമാണ്. 89 ഇറങ്ങിയ പടം വീണ്ടും റിലീസിന് തിയേറ്ററിൽ കാണാൻ ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അത് 4K കൊണ്ടുവരുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.